إن الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹബഹുമാനമുള്ള സഹോദരീ സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർമ്മിച്ചുകൊണ്ട് അവ ആവുന്നത്ര പാലിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈദുൽ ഫിത്റും ഈദുൽ ജുമയും രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുന്ന അത്യപൂർവ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വാഴ്ത്തിയും അവനെ പുകഴ്ത്തിയും അവനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടുമാണ് ഇന്ന് പ്രഭാതം മുതൽ നമ്മുടെ ജീവിതചര്യ നാം ആരംഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധ റമളാൻ ഒരു മാസകാലത്തെ തീവ്രമായ ആരാധനാനുഷ്ഠാനങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും ത്യാഗപൂർണമായ പുണ്യകർമ്മങ്ങളിലൂടെ ഒരു മാസകാലം നാം കഴിച്ചുകൂട്ടി നേടിയെടുത്ത ആത്മീയ ജാഗ്രതയും തഖ്വാബോധവും അടുത്ത ഒരു റമളാൻ വരെ ഇനി 11 മാസകാലം നമ്മുടെ ജീവിതയാത്രയിലെ പാഥേയമായി നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നതിനനുസരിച്ചാണ് ഈ ഒരു മാസത്തെ നമ്മുടെ റമളാൻ കർമ്മങ്ങളുടെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ വലിയ പാപങ്ങൾ, തെറ്റുകളിൽ നിന്ന് നമ്മൾ അകലം പാലിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സ്ഖലിതങ്ങളെ, വീഴ്ചകളെ, പോരായ്മകളെ അവൻ്റെ കൃപ കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരും എന്ന് പ്രത്യേകം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ, റമളാനു വ റമളാനു ഇലാ റമളാന, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ, വൻ പാപങ്ങൾ ജീവിതത്തിൽ നിന്ന് നാം വെടിയുകയാണെങ്കിൽ ഇത് അവയ്ക്കിടയിലുള്ള കൊച്ചു കൊച്ചു പാപങ്ങൾ നമുക്ക് പൊറുക്കപ്പെടാൻ പര്യാപ്തമാകുന്നത് തന്നെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കുമ്പോൾ ഈ നമസ്കാരത്തിൻ്റെ ഇടവേളകളിൽ പറ്റിപ്പോകുന്ന കൊച്ചു കൊച്ചു തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണെന്ന്, അതേപോലെ തന്നെ ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെ, ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു വലിയ കാരുണ്യമായിക്കൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇജ്തിനാബുൽ കബായിർ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വൻ പാപങ്ങൾ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള, നമ്മൾ ജീവിതത്തിൽ നിന്ന് പാടെ വെടിയേണ്ട കാര്യങ്ങളുണ്ട്. ഖുർആൻ അത് സൂറ അൻ-നജ്മിലെ ആയത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലദീന യജ്തനീബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ്
വൻ പാപങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണവർ വിശ്വാസികളെന്ന്. വൻ പാപങ്ങൾ സബഉൽ മൂബിഖാത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് അശ്ശിർക്കു ബില്ലാഹി വസ്സിഹർ വഖത്ലുൻ നഫ്സ് വഅക്ലു മാലുൽ യതീം, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ള വൻ പാപങ്ങളെ നമ്മൾ ഒഴിവാക്കുക. ഇല്ലല്ലമം, നിസ്സാരമായ വീഴ്ചകൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചേക്കാം, അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് തരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം എന്താണെന്നോ, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാരമായി പാപങ്ങൾ പൊറുക്കുന്നവനാകുന്നു. അവൻ്റെ പാപമോചനത്തിൻ്റെ വൃത്തം വിശാലമാണ്. അതുകൊണ്ട് നിങ്ങൾ വൻ പാപങ്ങളെ വെടിയണം. ഹുവ അഅലമു ബിക്കും, നിങ്ങളെ ഓരോരുത്തരെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ഇത് അൻശഅകും മിനൽ അർദ്, മണ്ണിൽ നിന്ന് തന്നെ അല്ലാഹു നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചു തുടങ്ങിയ ആ സന്ദർഭം മുതലെന്നാണ്. നമ്മളൊക്കെ മണ്ണിൽ നിന്ന് തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ പിതാവിൻ്റെ ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നുമാണെങ്കിലും ആ ബീജവും അണ്ടവും ഒക്കെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ആ ഭക്ഷണം അതിവിടെ നമുക്ക് ലഭിക്കുന്നത് മണ്ണിൽ നിന്ന് മുളയ്ക്കുന്ന സസ്യങ്ങളിലും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങളിലും ധാന്യവർഗ്ഗങ്ങളിൽ നിന്നുമാണ്. അങ്ങനെ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങളുടെ ഉത്ഭവം എന്ന് കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. വഇദ് അൻതും അജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെയൊക്കെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിങ്ങൾ കഴിഞ്ഞുകൂടിയ സന്ദർഭത്തിലും നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനാൽ നിങ്ങൾ എന്ത് വേണമെന്നോ, ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ ഒരിക്കലും ആത്മപ്രശംസ നടത്തേണ്ടതില്ല. ഞാൻ തരക്കേടില്ല എന്നൊരു തോന്നലല്ല നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന്. ഞാൻ അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ തരക്കേടില്ലാത്ത ഒരാളാണ്, മരിച്ചു ചെന്നാൽ ഏതായാലും എനിക്ക് സ്വർഗം ഉറപ്പാണ് എന്ന നിലക്കുള്ളൊരു ധാരണ പഠിച്ചോൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പുറത്തു തരുന്നുവെങ്കിലും ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ ഒരിക്കലും ആത്മപ്രശംസ നടത്തി പോകരുതേ. ഹുവ അഅലമു ബിമനിത്തഖ, തഖ്വയുള്ളവൻ ആരാണ് എന്ന്, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ കൃത്യമായി പാലിക്കുന്ന ആളുകൾ നിങ്ങളിൽ ആരൊക്കെയുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു എന്നാണ് ഈ ആയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു മാസക്കാലം പരിശീലിച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനാണ്, നമ്മുടെ ഇച്ഛകൾക്ക് കടിഞ്ഞാണിട്ട് പിടിക്കാനാണ്. അത് വലിയ ഒരു ത്യാഗപൂർണമായ ശ്രമമായിക്കൊണ്ടാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഈ പ്രഭാതം മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ തക്ബീറുകളാണ് മുഴക്കുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പള്ളികളിൽ നിന്ന് ഒരു മുഅദ്ദിൻ ആദ്യമായി ബാങ്ക് കൊടുക്കുമ്പോൾ ആദ്യത്തെ വാചകം തന്നെ അല്ലാഹു അക്ബറാണ്. നമ്മൾ നമസ്കരിച്ചു തുടങ്ങുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബറാണ്. നമ്മുടെ ഖിയാമിൽ നിന്ന് റുക്കൂഇലേക്ക് പോകുമ്പോഴും റുക്കൂഇൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോഴും നമ്മൾ നമസ്കാരത്തിൻ്റെ ഓരോ ഘട്ടം തരണം ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അക്ബർ എന്നതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ് എനിക്ക് ഏറ്റവും വലിയവൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ നിസ്സാരനാണ്, ഞാൻ ചെറിയവനാണ്. ഓരോ തക്ബീറിലും നമ്മൾ നമ്മുടെ മനസ്സിലെ അഹങ്കാരം പിഴുതെറിയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അഹംഭാവത്തെ നമ്മൾ തച്ചുടക്കുകയാണ് ചെയ്യുന്നത്. ദുനിയാവിനോടുള്ള നമ്മുടെ താല്പര്യങ്ങളെ നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരോടുള്ള വെറുപ്പിനെ, വിദ്വേഷത്തെ നമ്മൾ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു മഹാനാണ്, വലിയവനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ മറ്റുള്ളവരോട് വെറുപ്പോ അസൂയയോ അഹങ്കാരമോ അഹംഭാവമോ ഈഗോയോ ഒരിക്കലും മുളച്ചു പൊങ്ങാൻ പാടില്ല എന്ന സന്ദേശം കൂടിയാണ് ഈ തക്ബീർ ധ്വനികൾ നമുക്ക് നൽകുന്നത്. പക്ഷേ അത് മുഴക്കിയാൽ ഇനിയും തീരുന്നില്ല നമ്മുടെ തക്ബീറുകൾ. നോക്കൂ നിങ്ങൾ, നമ്മളെ ഖബറിലേക്ക് എടുത്ത് വെക്കുന്നതും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ അടിമ മണ്ണിലേക്ക് ലയിച്ചു പോകാനുള്ളവനാണ്. ബിസ്മില്ലാ അലാ മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ ഈ തക്ബീറിൻ്റെ മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിട്ടു, അതാണ് ഏറ്റവും വലിയ കാര്യം. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി,
തൻ്റെ രക്ഷിതാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഭയപ്പാട് ഒരാളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. ഇതൊരു വ്യക്തിക്ക് നിർഭയത്വം നൽകുന്നു എന്നതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള വിശുദ്ധമായ മനസ്സിനെ കൂടി പ്രദാനം ചെയ്യുന്നു ഈ ബോധം എന്നുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബുണ്ട്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ നിങ്ങളോട് അടുത്ത് അവനുണ്ട്. നിങ്ങൾ രണ്ടാളോട് സംസാരിക്കുകയാണെങ്കിൽ മൂന്നാമനായി അവനുണ്ട്. ഇതൊക്കെ അള്ളാഹു അവനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന വാക്യമാണ്. ഈ മഅയ്യത്തുല്ലാ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ഈ ബോധമാണ്, ഈ ഒരു ബോധ്യമാണ് ശരിക്ക് നമ്മെ നിയന്ത്രിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ വരിക. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ദൈവസാമീപ്യം, ദൈവസാന്നിധ്യം, അതിനെ ഭയക്കുന്ന ഒരാൾ, അപ്പോഴാണ് നഹൻ നഫ്സ അനിൽ ഹവ, ഹവ തന്നിഷ്ടങ്ങൾ, ദേഹേച്ഛകൾ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അതിനെയൊക്കെ തടയാനും തടുക്കാനും പ്രതിരോധിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ വിശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയായി വരുന്ന ആളുകൾക്ക് ഒരുക്കി വെച്ചതാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗമാകുന്നു അവർക്ക് താമസിക്കാനുള്ള ഇടം എന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ താല്പര്യങ്ങളും തന്നിഷ്ടങ്ങളും എന്തായി മാറണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബിഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന ഈ ദീൻ തൻ്റെ ദിനചര്യയായി മാറുന്നത് വരെ, തൻ്റെ ശീലവും ശിഷ്ടവുമായി മാറുന്നത് വരെ, തൻ്റെ ഹോബിയായി തീരുന്നത് വരെ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ചെറുതും വലുതുമായ ജീവിതത്തിലെ ചിട്ടകളുണ്ട്, ക്രമങ്ങളുണ്ട്, ചര്യകളുണ്ട്, സംസ്കാരമുണ്ട്, സ്വഭാവമുണ്ട്, ശീലമുണ്ട്. അതൊക്കെ നമ്മുടെ ഹോബിയായി മാറുക എന്നുള്ളതാണ്. ആ ഒരു അവസരത്തിലാണ് നമ്മുടെ ദേഹേച്ഛകളെ പ്രതിരോധിക്കാനും കടിഞ്ഞാണിടാനും നിയന്ത്രിക്കുവാനും നമുക്ക് കഴിയുക. നോക്കൂ നിങ്ങൾ, റമളാനിൻ്റെ സന്ദർഭത്തിൽ എല്ലാ വിശ്വാസികളും സുബ്ഹിന് മുമ്പ് എഴുന്നേറ്റു. അതൊരു പരിശീലനമായി, ഒരു മാസകാലത്തെ ട്രെയിനിങ് അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു വലിയ ഗുണമാണ്, നേട്ടമാണ്. അപ്പോൾ നമുക്കതിന് കഴിയും എന്നത് ഉറപ്പാണ്. ഈ ഉറപ്പ്, ഈ എഴുന്നേൽക്കൽ എങ്ങനെയാകണം? ഖാഫ മഖാമ റബ്ബിഹി, ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന ബോധത്തോടു കൂടിയാകണം. അള്ളാഹു എൻ്റെ ഉണർവും ഉറക്കവും അറിയുന്നവനാണ് എന്ന ബോധത്തോടു കൂടിയാകണം. അപ്പോൾ ഇനിയും എന്ത് ചെയ്യണം? റംളാൻ കഴിഞ്ഞാലും സുബഹിൻ്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കുന്ന ആ ശീലത്തെ നമ്മൾ നമ്മുടെ ഹോബിയാക്കി മാറ്റുക എന്നാണ്. അതൊരു സുന്നത്താണ്, ചര്യയാണ്, പുണ്യകർമ്മമാണ്, പ്രതിഫലാർഹമാണ്. നമ്മുടെ നന്മയുടെ ത്രാസിൽ ഖനം തൂങ്ങുന്ന അമലായി വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്ത് കഴിയും? ഒരു 3 റക്അത്ത് വിത്ർ നമസ്കരിക്കാൻ കഴിയും. അതിന് 5-10 മിനിറ്റ് മതി. അത് കഴിഞ്ഞാൽ ഫജ്റിന് നേരമായി ബാങ്ക് വിളിച്ചു. സുബ്ഹിന്റെ സുന്നത്ത് ഒരിക്കലും നഷ്ടപ്പെടാത്ത വിശ്വാസികളുടെ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടും. സുബ്ഹിന്റെ 2 റക്അത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം റസൂലുള്ളാഹി പറഞ്ഞ എന്താണെന്നോ? ഈ ദുനിയാവിലുള്ള മുഴുവൻ സുഖസൗകര്യങ്ങളും എല്ലാ സുഖാഐശ്വര്യങ്ങളും ഒരാൾക്ക് കിട്ടുന്നതിന് തുല്യമാണതെന്നാണ് ആ 2 റക്അത്തിന്റെ പ്രതിഫലം. റക്അത്തൈൻ ഖഫീഫത്തൈൻ വഖ്തൽ ഫജ്ർ, അതൊരാൾക്ക് നഷ്ടപ്പെടുന്നത് നോക്കൂ നിങ്ങൾ. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കുക. സുബഹി ജമാഅത്തായിട്ട് നമുക്ക് പങ്കെടുക്കാൻ കഴിയും. അതോടുകൂടി പകൽ വേളയിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്ന ഒരു വ്യക്തിയായി അവന് മാറും. മാത്രമല്ല, അവന് ആത്മീയമായ, മാനസികമായ, ശാരീരികമായ പ്രത്യേകമായൊരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും. നേരത്തെ എഴുന്നേറ്റ് ശീലിച്ച ആളുകൾക്ക് തീർച്ചയായും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഗുണങ്ങൾ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാനത് എണ്ണി പറയുകയല്ല. കൃത്യമായുള്ള നമസ്കാരം, ജമാഅത്തായിട്ട് നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് അവനെ സ്മരിച്ചുകൊണ്ട് കൂടുതൽ അടുത്ത്
അവനോട് നന്ദി കാണിക്കുന്ന അടിമകളിൽ പെടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹുവെ, ഞങ്ങൾക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അനുഗ്രഹീതമായ സുദിനത്തിൽ നമ്മൾ നമ്മുടെ എല്ലാ സഹോദരങ്ങളുമായുള്ള സുഹൃബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും കുടുംബബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും അത് കൂടുതൽ സ്നേഹത്തിൻ്റെ കണ്ണികളാൽ വിളക്കിച്ചേർത്ത് അത് ദൃഢീകരിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മമാണ്. നമ്മുടെ ഈ സന്തോഷവേളകളിൽ രോഗികളെ സന്ദർശിച്ചും പാവങ്ങളായ ആളുകൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നൽകിയും ഇതുപോലെയുള്ള ബന്ധങ്ങൾ പുതുക്കാൻ പരമാവധി ശ്രമിക്കുക. ഒരിക്കൽ ഒരു വ്യക്തി പ്രവാചകൻ്റെ അരികിൽ വന്ന് ചോദിക്കുന്നുണ്ട്, അന്ന റജുലൻ സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അമലിൻ യുദ്ഖിലുഹുൽ ജന്ന വയുബാഇദുഹു മിനന്നാർ. നരകത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണം, അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കണം, എന്താ റസൂലെ ചെയ്യേണ്ടത് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തഅബ്ദുല്ലാഹ ലാ തുശ്രിക് ബിഹി ഷൈഅ. നീ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, ആരെയും അവനിൽ നീ പങ്കു ചേർക്കരുത്. രണ്ടാമത്തേതോ വതുഖീമുസ്സലാ, കൃത്യമായി നീ 5 വക്ത നമസ്കാരം നിർവഹിക്കണം. വതുഅതി സക്കാ, പാവങ്ങളുടെ അവകാശമായ സക്കാത്ത് കൃത്യമായി നീ കൊടുക്കണം. വതസിലുർ റഹിം, അതേപോലെ തന്നെ നീ കുടുംബ ബന്ധം ചാർത്തണം എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പവിത്രതയും അതിൻ്റെ പ്രാധാന്യവുമൊക്കെ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കേണ്ട ഒരു സുദിനം കൂടിയാണ് ഈ സന്തോഷവേള കൂടിയായ പെരുന്നാൾ ദിവസം. ഇനി അതിൻ്റെ പേരിൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആളുകളിൽ പെടാൻ നമ്മൾ ഒരിക്കലും പാടില്ല. കാരണം എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന ഖാത്തി', ഇങ്ങനെയുള്ള ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ആൾ ഒരിക്കലും സ്വർഗത്തിൽ പോകൂല. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, സ്വർഗത്തിൽ പോകണമോ ബന്ധം ചേർക്കണം. അറ്റുപോയ തകർന്നു പോയ അയൽപക്ക ബന്ധങ്ങളുണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങളുണ്ടെങ്കിൽ, കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള രക്തബന്ധുക്കളായ ആളുകൾ തമ്മിലുള്ള ഇതേപോലെയുള്ള അകൽച്ചകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മൻ വസലഹു വസലഹുല്ലാഹ്, ആ ബന്ധങ്ങളോട് ചേർത്ത് അതിനെ സ്ഥാപിക്കുന്ന ആളോടാണ് അള്ളാഹു ബന്ധം സ്ഥാപിക്കുക. അള്ളാഹു നമ്മോട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ഈ ബന്ധങ്ങളെ നമ്മൾ സ്ഥാപിക്കണം. അതിനൊരിക്കലും നമ്മുടെ ഈഗോയോ നമ്മുടെ കിബറോ നമ്മുടെ അജ്ഞതയോ മതത്തിനെ കുറിച്ചുള്ള നമ്മുടെ അവജ്ഞയോ ഒരിക്കലും അതിന് കാരണമാകാൻ പാടില്ല. നമ്മൾ നഷ്ടക്കാരിൽ പെടും എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല, അങ്ങനത്തെ ആൾക്ക് ഇത് ഇതൊക്കെ അറിഞ്ഞിട്ടും ഇനിയും ആ കിബറുമായി നടക്കുന്ന ആൾക്ക് പരലോകത്തിൽ വിശ്വാസമല്ല, അള്ളാഹുവിൽ വിശ്വാസമല്ല എന്ന റസൂൽ പറഞ്ഞത്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വല്ലവനും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമ, അവൻ കുടുംബ ബന്ധം ചാർത്തട്ടെ എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് നമ്മൾ ചെറുതായി കൊടുക്കണം. പിന്നെ ഈ തക്ബീറിനൊക്കെ എന്താ അർത്ഥമാണുള്ളത്? അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആള് അള്ളാഹുവിനേക്കാൾ വലിയവൻ ഞാനാണ് എന്ന ധാർഷ്ട്യത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി പടച്ചോന്റെ ഈ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ആ കൂട്ടത്തിൽ ഒരിക്കലും നാം ഉൾപ്പെടാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഹി ഏറ്റെടുത്തുകൊണ്ട് ഹിറാ ഗുഹയിൽ നിന്ന് വഹിയിൻ്റെ ഭാരവും പേറി
പേടിച്ച് വിറച്ച് പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലേക്ക് സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതച്ചു തരൂ, എന്നെ ഒന്ന് പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന സന്ദർഭത്തിൽ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ സ്വീകരിച്ച് പ്രവാചകനെ ആശ്വസിപ്പിച്ച് പറയുന്ന സാന്ത്വന വാക്കുകളുണ്ട്. റസൂലേ, ബേജാറാകണ്ട, വല്ലാഹി ലൻ യുഖ്സികല്ലാഹു അബദ, അല്ലാഹു ആണ്, ഒരിക്കലും അവൻ നിങ്ങളെ കൈയൊഴിക്കുകയില്ല. എന്നിട്ടോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഇസ്ലാം വരുന്നേ ഉള്ളൂ, വഹി കിട്ടിയിട്ടേ ഉള്ളൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ആ 40 വയസ്സുകാലം അവർക്കിടയിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. എങ്ങനെയാണ് ജീവിച്ചത്? ഖദീജ ബിവിക്കറിയാം. ഇന്നക ലതസിലുർ റഹം, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്ന ആളാണ്, നിങ്ങൾ ഈ സിലത്തുർ റഹമിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പിതാവ് മരിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ബാപ്പാ എന്ന് വിളിക്കാൻ അവിടുത്തെ ജീവിതത്തിൽ അവസരം കിട്ടാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃതുല്യനായി പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ആള്, പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവായി തൊട്ട അയൽപക്കത്താണ് താമസിക്കുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക സൂറ വരെ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ അയൽവാസി റസൂലിന്റെ ഉമ്മറപ്പടിയിലാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ എല്ലാ വേസ്റ്റും കൊണ്ടുപോയിടുന്നത്. അതിനു പുറമെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന എല്ലാ അഴുക്കുകളും എല്ലാ മുള്ളുകളും ചവറുകളും റസൂലിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുപോയിടും. എല്ലാ ദിവസവും റസൂല് വാതിൽ തുറന്നാൽ കാണുന്നത് ഇതാണ്. ഇത് എവിടുന്നാണ് വന്നിട്ടുള്ളത് എന്ന് റസൂലിനറിയാം. എന്നാൽ ഒന്നും പറയാതെ ഒന്നും പ്രതികരിക്കാതെ ആ വാതിലിന് തൊട്ട് മുമ്പുള്ള പിതൃവിന്റെ വാതിലിന്റെ നേരെ വെറുപ്പോടെ ഒരു നോട്ടം പോലും നോക്കാതെ അതവിടുന്ന് അടിച്ചു വാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തിയാക്കി കൊണ്ടുപോകും. പിതൃവിനെ കണ്ടാൽ ചിരിക്കും, അവിടുന്ന് ബന്ധം സ്ഥാപിക്കും. ഇങ്ങോട്ട് എത്ര എതിർപ്പും വെറുപ്പും കാണിച്ചിട്ടും അങ്ങോട്ട് ചിരിച്ചും സൗഹൃദത്തിലും സഹവർത്തിത്വത്തിലും കഴിഞ്ഞുകൂടിയ റസൂലിനെ ഖദീജ ബീവിക്ക് പരിചയമുണ്ട്. അതാണ് ഇന്നക ലതസിലുർ റഹിം എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ വത്തഖിറുൽ ലൈഫ്, വിരുന്നുകാരെ വിരുന്നൂട്ടുന്നവനാണ്. അതൊരു വലിയ ക്വാളിറ്റിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വന്നാൽ മാന്യമായി അവരെ സൽക്കരിക്കുക. വീട്ടിൽ വലിയ വിഭവങ്ങളൊന്നും വിളമ്പി കൊടുക്കണമെന്നില്ല. ആ ആതിഥ്യ മര്യാദകളാണ്, ആ ഹോസ്പിറ്റാലിറ്റിയാണ്, അവരെ ചേർത്ത് വെച്ചുകൊണ്ട് അംഗീകരിക്കുന്ന രീതിയാണ്. വത്തഖിറുൽ ലൈഫ് എന്നാണ് പറയുന്നത്. പ്രവാചകരെ താങ്കൾ അതും ഈമാനിലേക്കും പരലോകത്തിലേക്കും ചേർത്തിയാണ് പറയുന്നത്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ലൈഫഹു, വീട്ടിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരെ ആദരിക്കട്ടെ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു സദ്ഗുണവും പ്രവാചകന്റേതായി ഖദീജ ബീവി എടുത്തു പറയുന്നുണ്ട്. അതേപോലെ തന്നെ വതഹ്മിലുൽ കൽ, എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി അത് നിങ്ങൾ താങ്ങുന്നു, അത് നിങ്ങൾ ചുമക്കുന്നു, വഹിക്കുന്നു. റസൂലേ, ഇങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ. വതുഈനു അലാ നവാഇബിദ്ദഹ്, ഇവിടെ എന്ത് വിപത്തുകൾ ഉണ്ടാവുകയാണെങ്കിലും ആ വിപത്ത് നിർമാർജനം ചെയ്യുന്ന മാർഗത്തിൽ മുൻപന്തിയിൽ നിങ്ങൾ ഉണ്ടാകും. അത് ഈ നാട്ടുകാർക്കറിയാം, അള്ളാഹുവിനറിയാം. ഇതൊക്കെയാണ് ഒരു മനുഷ്യനുണ്ടാകേണ്ട മാനുഷികമായ ഗുണങ്ങൾ. ഇതൊക്കെ ഉള്ള നിങ്ങളെ അള്ളാഹു കൈയൊഴിക്കുമെന്നാണോ? ഇല്ല. സമാധാനമായി നിങ്ങൾ ഇരുന്നു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹദി ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഈ നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അത് നമ്മുടെ പരലോകത്തുള്ള വിശ്വാസത്താൽ പ്രചോദിതമായി ഉണ്ടാകണം. അള്ളാഹുള്ള നമ്മുടെ ഈമാനിനാൽ പ്രചോദിതമായി ഉണ്ടാകണം. പരലോകത്ത് നമുക്കതുകൊണ്ട് സ്വർഗം കിട്ടണം എന്ന ആഗ്രഹത്തോടുകൂടി ഇത്തരം പുണ്യകർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ റമളാൻ, അടുത്ത റമളാൻ വരെ, ഈ ഒരു ജുമുഅ, അടുത്ത ഒരു ജുമുഅ വരെ, നമ്മുടെ ഇന്നത്തെ ജുമുഅ നമസ്കാരം, അടുത്ത അസ്ർ നമസ്കാരം വരെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകൾ, ചെറിയ പോരായ്മകൾ പടച്ച തമ്പുരാൻ പുറത്തു തരാൻ മാത്രം ആകുന്ന പുണ്യങ്ങളാകുന്നത്
ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. അർഹമുറാഹിമിനായ നാഥ, കരുണാമയനായ തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി ധാരാളം തെറ്റുകളും കുറ്റങ്ങളും രഹസ്യമായും പരസ്യമായും ഒക്കെ പറ്റിപ്പോയിട്ടുണ്ട്. എല്ലാം അറിയുന്നവനെ, നീ ഞങ്ങൾക്ക് നിന്റെ കൃപ കൊണ്ട് റഹ്മത്ത് കൊണ്ടതെല്ലാം പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവർക്കും അടുത്ത ബന്ധുക്കൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. പശ്ചിമേഷ്യയിൽ ഇന്ന് നിലനിൽക്കുന്ന യുദ്ധാന്തരീക്ഷം എത്രയും പെട്ടെന്ന് നീക്കി അവിടെ സമാധാനവും ശാന്തിയും നീ തിരിച്ചു കൊണ്ടുവരണമേ നാഥ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.